വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം. നിലമ്പൂർ നഗരസഭയിലും കാട്ടാനകളുടെ വിളയാട്ടം. പാത്തിപ്പാറയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്കാണ് കാട്ടാന എത്തിയത്. ഇന്ന് പുലർച്ചെ വ്യാപക കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത്. വഴിയിൽ ജോയ്, ലിജു എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന എത്തിയത്. പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് കാട്ടാനയെ കണ്ടതെന്ന് ഇവർ പറയുന്നു. ഈ മരം എന്തോ കുളിക്കുന്ന ഒച്ചയാണ് കേട്ടത്. അങ്ങനെ നോക്കിയപ്പോൾ ആന എടുത്തിങ്ങനെ ഇവിടെ വന്ന് നിൽക്കുക ആന. ഞങ്ങളാകെ പേടിച്ച് പിന്നെ അനങ്ങിയില്ല. ഞങ്ങൾ അനങ്ങാതെ ഇരുന്നു. പിന്നെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ വിളിച്ചു, ഫോണിൽ വിളിച്ച് ഇവരൊക്കെ ഇങ്ങനെ വന്നു. ഞാനെ ഇവിടെ കണ്ടോ ഇല്ല. ഇങ്ങനെ അങ്ങോട്ട് തന്നെ ഇങ്ങനെ ഇറങ്ങി. എപ്പോഴാണ് ടൈം? 1:15. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നാശനഷ്ടങ്ങൾ അതിൽ വാഴ പോയിട്ടുണ്ട്. അല്ല ഇതിലെ വന്നേന്ന്, ഇതിലെയാണോ വന്നത്, ഇതിലെ വന്നേന്നല്ല. ഇവിടെ ഇതിലെ കയറുന്ന കണ്ടേ, സൗണ്ട് കേട്ട് ഇറങ്ങി. ആകെ പേടിച്ചു. ചാനൽ കൊടുത്തിട്ടൊക്കെ എന്താ കാര്യത്തിന് പരിഹാരം വേണ്ടത്. ചാനലുകാർ ഞങ്ങളെ എൻ്റെ മക്കളെ രാത്രി വെട്ടാൻ പോകുന്നത് എങ്ങനെ പേടിച്ചു പോകും. അത് പുഴയിൽ കൂടെ കയറി വന്ന് അവിടെ വന്ന് വാഴ നശിപ്പിച്ച് നേരെ ഈ പ്ലാവേ വന്ന് ഇതിൽ നിറയെ ചക്കയായിരുന്നു. ഇത് താഴെ നോക്കിയാൽ കാണാം. ഇതെല്ലാം അത് തിന്നേച്ച് സാധനം ഇവിടുന്ന് തിന്ന് വയറ് നിറഞ്ഞപ്പം ഇതിലേ ഇറങ്ങി ആ റബ്ബറിനകത്തൂടെ കയറി നേരെ അത് കാണുന്ന പുഴയാണ് അവിടെ. ആ പുഴയിൽ കൂടെയാണ് ഇത് കയറി വരുന്നതും പോകുന്നതൊക്കെ. ഈ ചക്കയെല്ലാം ഇവിടെ തിന്ന് അതിന് വയറ് നിറഞ്ഞപ്പോൾ ഇതിലേ ഇറങ്ങി പോയി. ഇവിടെ ഈ 4 മണിക്കും 5 മണിക്കൊക്കെ ഇറങ്ങി ടാപ്പിങ്ങുകാർ വെട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞു ഇന്ന് വെട്ടാൻ പറ്റില്ല, ആന ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു. ഇത് നിരന്തരമായി ഇവിടെ ഇങ്ങനൊരു ശല്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറയിലേക്ക് കരിമ്പുഴ നീന്തി കടന്നാണ് കാട്ടാന എത്തുന്നത്. റോബിൻ കാക്കുഴിയുടെ സംരക്ഷണ വേലിയും കൃഷിയും നശിപ്പിച്ചു. രാജു കീച്ചേരിയുടെ വാഴ കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. കൃഷി നശിപ്പിക്കുന്നതിനോടൊപ്പം വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്ന കാട്ടാനകൾ ഈ ഭാഗത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആന ഇവിടെ കയറിങ്ങാണ്ട് ഇതിലെ വന്നിട്ട് നമ്മുടെ വീടിന്റെ വിറ്റത്തൂടെ വരുന്നത്. വെള്ളം കിട്ടുന്നതെല്ലാം പൊളിച്ചിട്ട് കനാല് തല്ലി ഇത് വന്നില്ല, വെള്ളം അടിച്ചോണ്ട് പോകും. 50 വർഷം പഴക്കമുള്ള 50 വർഷം കൊണ്ട് ഞങ്ങൾ വെള്ളമടിക്കണം നിരന്തരമായിട്ട്. കോഴിക്കുടയിലെ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ അതിലെ പുഴയെക്കൂടെ കയറി വരും. അതിലെ അങ്ങനെ അപ്പൊ അങ്ങനെ സൈഡ് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ആവശ്യം? ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ആന കയറാതിരിക്കാം, കാട്ടുമൃഗങ്ങൾ വരാതിരിക്കാനുള്ള പരിഹാരം ഉണ്ടാക്കാം. അല്ല വാർത്താ ചാനലിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ നാട്ടുകാർ കൂടിയിട്ടോ കാര്യമില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. കാട്ടുമൃഗങ്ങൾ പന്നി പിന്നെ സ്ഥിരം കസ്റ്റമറാണ്. ഇവിടെ എല്ലാവരും കർഷകരാണ്. അപ്പൊ കർഷകർക്ക് നിരന്തരമായിട്ട് വെള്ളം അടിക്കുന്ന ഒരു കനാലാണിത്. ഇതുകൊണ്ടാണ് താഴോട്ടുള്ള ആളുകൾ കുടിവെള്ളം, കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം വെള്ളം പോകുന്നത്. അത് ഇന്നലെ രാത്രി വന്ന് കണ്ട് ആനയെല്ലാം പൊളിച്ചിട്ട് ഇതിലാണ് ആന കയറി വന്നത്. പുഴയാണ് താഴെ, പുഴയിൽ നിന്ന് ഇങ്ങനെ വന്ന് കയറിയിട്ട് ആ വഴി ആ വീടിന്റെ മറ്റേത് കാർപോർച്ചിലാണ് ആന 1:30-2 മണി സമയത്ത് അവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ പുറത്തോട്ട് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഇതിനെ കാണുന്നത്. പേടിച്ച് അവർ ഉള്ളിൽ കൂട്ടിയിട്ട് ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി അവിടുന്ന് പ്ലാവിന് ചക്ക വാഴയെല്ലാം ഓടിച്ച് ആ ഭാഗത്തോടെ ഇറങ്ങി താഴെ പുഴയ്ക്ക് പോയി. അങ്ങേ ഭാഗത്ത് കർണായി ഭാഗത്തുനിന്ന് ആന വേറെ 2-3 ആന ഇറങ്ങിയാണ്ട് അവിടെ വളരെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ജലസേചന സൗകര്യത്തിനായി നിർമ്മിച്ച കനാലുകൾ, പൈപ്പുകളെല്ലാം നശിപ്പിക്കുകയാണ്. ജനങ്ങൾ വിവരമറിയിക്കുമ്പോൾ വനപാലകർ വന്നു പോകുന്നു എന്നല്ലാതെ മറ്റൊരു പരിഹാര മാർഗവും കാണുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥാനേ പറയാൻ പറ്റുള്ളൂ. ഇവരുടെ നൈറ്റ് ഡ്യൂട്ടി കറക്റ്റായിട്ട് എല്ലാ പ്രദേശങ്ങളിലും എത്തണം എന്നാണ് പറയുന്നത്. അതിന് സജ്ജീകരണം ഇല്ലെങ്കിൽ സർക്കാർ അതിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ട് ഓഫീസർമാരെ നിയമിക്കുകയാണ് വേണ്ടിയത്. ഇതിന് ശാശ്വത പരിഹാരം വേറൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ മലയോര മേഖലയാണ്. ഒന്ന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയും അതുപോലെ വാഴ കർഷകർ. ഇപ്പം ഈ കനാല് തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിന് ആശ്രയിക്കണേ. ഈ വിഷയത്തിൽ പലവട്ടം നഗരസഭക്കെതിരെ വിഷയങ്ങൾ ഉണ്ടാക്കിയാണ്. ഇവിടുത്തെ ഒരു സംവിധാനവും ഈ വിഷയത്തിൽ ഇടപെടാണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾ ഒന്നടങ്കം കൂടിയിട്ടാണ് ഇത് ഇങ്ങനെ ഈ കനാലാക്കിയെടുത്തിട്ട് ഇപ്പോൾ ഈ ആന വന്ന് തകർത്തത്. രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്ക് മുന്നിലേക്ക് കാട്ടാനകൾ എത്തുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നു. നിലമ്പൂർ നഗരത്തിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തിയതോടെ വന്യമൃഗ ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.